പാലക്കാട് ഷൊർണൂരിൽ 22-കാരൻ കുഴഞ്ഞു വീണം മരിച്ചൊരു വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:30-ഓടെയാണ് സംഭവം. ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ പ്രജീഷാണ് മരിച്ചത്. ലഹരി ഉപയോഗമാണോ മരണകാരണമെന്ന് സംശയിക്കുന്നുണ്ട്. പ്രജീഷിന്റെ അടിവസ്ത്രത്തിൽ നിന്നും ലഹരി കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് കണ്ടെത്തി. ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷംന, നമ്മൾ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചുള്ള അതിന്റെ അപകടത്തെക്കുറിച്ചുള്ള പല വാർത്തകളും ഈ അടുത്തിടെ പരിശോധിച്ചതാണ്, വിശദമായി തന്നെ പരിശോധിച്ചതാണ്. പുതിയ തലമുറ ക്രിമിനൽ വാസനയിലേക്ക് വഴിമാറുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ലഹരിയാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത് ഈ യുവാക്കളുടെ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന രീതിയിൽ അമിതമായ ലഹരി ഉപയോഗം മാറുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് ഷൊർണൂരിൽ നിന്ന് വരുന്നത്. ഈ പ്രജീഷ് എന്ന ചെറുപ്പക്കാരൻ മരിക്കാനുള്ള കാരണം ലഹരി ഉപയോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ടോം, ഇപ്പോൾ ഈ യുവാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ കൃത്യമായ ഒരു സ്ഥിരീകരണത്തിലോട്ട് എത്താൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പോലീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കുന്നത് ലഹരി ഉപയോഗം തന്നെ ആയിരിക്കാം മരണകാരണമെന്നാണ്. കാരണം ഈ യുവാവ് ഒറ്റപ്പാലം സ്വദേശിയാണ്. ഇയാൾ കഴിഞ്ഞ ദിവസം അമ്മ വീട്ടിലൊരു മരണാനന്തര ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടിയാണ് ഷൊർണൂരിലെത്തുന്നത്. ഈ യുവാവ് ഒരു ബാത്റൂമിൽ കയറി അരമണിക്കൂറിലധികം കഴിഞ്ഞാണ് ഈ ബാത്റൂമിൽ നിന്നും പുറത്തു വരുന്നത്. അതിനുശേഷം കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. പിന്നീട് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അടിവസ്ത്രത്തിനുള്ളിൽ നിന്നും ഈ ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ച്, ലഹരി കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് കണ്ടെത്തിയത്. ഇതാണ് ഇത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്ക് ആദ്യഘട്ടത്തിൽ തന്നെ എത്തിച്ചത്. ഈ ലഹരി ഉപയോഗമായിരിക്കാം, ഈ ബാത്റൂമിന്റെ അകത്തോ മറ്റോ കയറിയിരുന്ന് ഇയാൾ ലഹരി ഉപയോഗിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അത്ര അധികം സമയം വരെ ബാത്റൂമിൽ ഉണ്ടായിരുന്നത്. നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന ആളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം മരണം സംഭവിച്ചെന്ന എന്ന തരത്തിലേക്കൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ നിഗമനങ്ങൾ വന്നത്. ഉടൻ തന്നെ പോലീസ് ഇയാളുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു, സുഹൃത്തുക്കളുടെ മൊഴി എടുത്തിരുന്നു. ഇതിൽ നിന്നുള്ള ചില സൂചനകൾ വെച്ചു കൂടിയാണ് ഇപ്പോൾ പോലീസ് ഈ ലഹരി ഉപയോഗമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്. കാരണം ഇയാളുടെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട അതിലേക്ക് നയിക്കുന്ന ചില മൊഴികളാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗം ഇതിന് വലിയ കാരണമായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ലഹരി ഉപയോഗം വലിയ രീതിയിലുള്ള വെല്ലുവിളിയാകുന്ന യുവതലമുറയുടെ ഇടയിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളിയാകുന്നു. ഒപ്പം ഈ ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് വരെ നയിക്കാനുള്ള സാഹചര്യമൊക്കെ തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രജീഷ് ഏത് ലഹരിയാണ് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തണം. കാരണം സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രജീഷ് കുറേ നാളുകളായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാകാം, ലഹരിക്ക് അടിമയാകാം. കാരണം ഇതിൻ്റെ ഒരു തലം മാറുമ്പോഴാണല്ലോ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി ഇഞ്ചക്ട് ചെയ്ത് അത്രയധികം ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്കൊക്കെ ഇവർ മാറിയിരുന്നിരിക്കണം. ഈ സുഹൃത്തുക്കളുടെ മൊഴിയിൽ നിന്നാണ് ഇയാൾ ലഹരി അമിതമായി ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ടോ? ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ എപ്പോൾ പൂർത്തിയാകും? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എപ്പോൾ ലഭ്യമാകും ഷംന? ടോം, വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി അതിന്റെ പ്രാഥമിക വിവരം റിപ്പോർട്ട് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ആവശ്യമായി വന്നാൽ കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങും. കാരണം ഈ ഓപ്പറേഷൻ ഹണ്ട് പോലെയുള്ള ലഹരി വിരുദ്ധ നടപടികൾ സംസ്ഥാനത്ത് ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ യുവാക്കളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി കഴിയുന്നതെല്ലാം പോലീസ് ചെയ്യുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ കൃത്യമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ നടന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ഈ സുഹൃത്തുക്കൾ നൽകിയ ചില മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ യുവാവിന് ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു എന്ന തരത്തിലേക്ക് നിഗമനങ്ങൾ എത്തിയത്. ഒപ്പം തന്നെ ഈ സിറിഞ്ച് ഉപയോഗം, അത് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണ് എപ്പോഴും കയ്യിലൊക്കെ ഇങ്ങനെ സിറിഞ്ച് കൊണ്ട് നടക്കേണ്ടത്. അല്ലാതെ ഈ കൂട്ടുകാർ കൂടുമ്പോഴോ അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ സ്ഥിരമായി ഒരു മരണാനന്തര
വീട്ടിൽ അത്തരമൊരു ചടങ്ങിലേക്ക് പോയ യുവാവിന്റെ കയ്യിൽ എങ്ങനെയാണ് ലഹരി ഉപയോഗിക്കുന്ന സിറിഞ്ച് വന്നത്? അങ്ങനെയാണെങ്കിൽ ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരാളാകാം എന്ന നിഗമനത്തിലൊക്കെ ആണ് കാര്യങ്ങൾ എത്തുന്നത്. ഒപ്പം തന്നെ ഈ ലഹരി ഉപയോഗം തന്നെ ആയിരിക്കാം മരണകാരണം, അല്ലാതെ മറ്റ് പ്രാഥമിക അന്വേഷണത്തിൽ മറ്റു കാരണങ്ങളൊന്നും, മരണത്തിലേക്ക് നയിക്കുന്ന മറ്റു കാരണങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ലഹരി ഉപയോഗം മരണത്തിന് കാരണമായി എന്ന ഒരു നിഗമനത്തിലോട്ട് എത്തുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഇതിലെ ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ടോം, എടുത്തിട്ട് വരാം. ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. യുവാവിന്റെ മരണകാരണം ലഹരി ഉപയോഗമെന്നാണ് സംശയിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഇയാൾ ലഹരിക്കടിമയാണെന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്നുമുണ്ട്.